ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ്. ഈ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വെള്ളരിക്കയുടെ പകുതി ഭാഗം എടുത്തു മുറിച്ച് അത് സ്ക്വയർ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 250 ഗ്രാം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് മഞ്ഞളും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കതിനെ വേവിക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കാതെ നോക്കണം, കാരണം വെള്ളരിക്കായ്ക്കകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ആവശ്യമാണ്. നമ്മൾ മോരുകറി മാത്രം ഉണ്ടാക്കാതെ കുമ്പളങ്ങയും വെള്ളരിക്കയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടിരിക്കും. പിന്നെ വെള്ളരിക്ക ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്നടച്ച് നമുക്ക് വേവിക്കാം. ഈ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയതും ഒരു 3 അല്ലി വെളുത്തുള്ളിയും 3 കൊച്ചുള്ളിയും ഒരു 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായി മെഴുകുപോലെ അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ നോക്കണം. നല്ല കുറുകിയിരിക്കുന്ന വെള്ളരിക്ക പുളിശ്ശേരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെന്ത് വന്നിരിക്കുന്ന വെള്ളരിക്കായുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒത്തിരി തിളപ്പിക്കാതിരിക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഈ അരപ്പൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ അങ്ങ് വേറെയാവും. അതുകൊണ്ട് അധികം തിളപ്പിക്കാതെ തന്നെ നമുക്ക് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 2.5 തവി തൈര് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല കട്ട തൈരാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഞാൻ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ ഈ തൈര് ഇതുപോലെ ഉറയൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അതിനകത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല കട്ട തൈരായിട്ട് കിട്ടും. ഈ തൈരും കൂടെ ചേർത്ത് നമുക്ക് ചെറുതീയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം അത് തിളപ്പിക്കാതിരിക്കുക. തൈര് ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതീയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുന്നത് ഈ വെള്ളരിക്ക, കുമ്പളങ്ങ, അതുപോലെ കുക്കുംബർ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വെള്ളാംശം നിലനിർത്താനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ്. പിന്നീട് കടുക് വറക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വറ്റൽമുളകും കുറച്ച് കൊച്ചുള്ളിയും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മൂത്ത് വന്നതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡിയായി. നിങ്ങൾക്ക് വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വേണം എൻ്റെ വീഡിയോ കാണാനായിട്ട്. നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വഴിയായിട്ട് കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് വഴിയായി അറിയിക്കണം. ഇനി വേഗം തന്നെ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.